ഹലോ ഫ്രണ്ട്സ്, കൃഷ്ണാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഏട്ടനാണ് കുറച്ച് നല്ല കുഞ്ഞു മാങ്ങ കൊണ്ടുവന്ന്, അപ്പോൾ അത് വെച്ച് നമുക്കൊന്നൊരു മാങ്ങാക്കറി ഉണ്ടാക്കാവേ. അപ്പോൾ ഇതാണ് ആ കുഞ്ഞു മാങ്ങ. അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് അകത്തുനിന്ന് മാങ്ങ എടുക്കണം. ഇതുപോലെ തന്നെ എല്ലാം പൊളിച്ച് മാറ്റി എടുക്കുക. നല്ല സൂപ്പർ മാങ്ങ കേട്ടോ. കുഞ്ഞതാണ്, പക്ഷേ എങ്കിൽ നല്ല ടേസ്റ്റുള്ള നല്ല കുഞ്ഞി മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് പൊളിച്ചെടുക്കുക. മൊത്തം എത്ര എണ്ണം ഉണ്ടോ നമ്മളെടുക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും നമ്മൾ നന്നായിട്ട് പൊളിച്ചെടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഒരു 8 മാങ്ങയാണ്, ചെറുതാണ്. അതുകൊണ്ട് നല്ല 8 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെക്കുന്ന പാത്രത്തിലേക്ക് ഒന്നെങ്കിൽ മൺചട്ടിയോ നമ്മൾ പാനോ ഏതെങ്കിലും നമ്മൾ വെക്കുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു 2 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, ഒരു സ്പൂണോളം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം, ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് നമുക്ക് മാങ്ങ വേവുന്നതിനനുസരിച്ച് എത്രയാണോ അത്രയും നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അത് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. 1/2 കപ്പ് തേങ്ങയും 1 സ്പൂൺ മുളക് പൊടി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഒരു 1/4 സ്പൂൺ കുറച്ച് ജീരകം, പിന്നെ അതിലേക്ക് 2 അല്ലി കൊച്ചുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. കൊച്ചുള്ളി ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കൊച്ചുള്ളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, എൻ്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ, നമ്മൾ എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കത് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മുടെ മാങ്ങ വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മുടെ മാങ്ങ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. നോക്കാം, എല്ലാം നന്നായിട്ട് വെന്ത്, പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയൊക്കെ അതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും വെള്ളം ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടാവരുത്, എന്നാലും മാമ്പഴപ്പുളിശ്ശേരി ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടൊക്കെ നമ്മളിട്ടു, തേങ്ങ അരച്ചതിട്ടു. അത് കഴിഞ്ഞ് നന്നായി ഇളക്കി കൊടുത്തു. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് അഥവാ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിനി കടുവൊക്കെ വറുത്ത് ചേർക്കാനുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് എളുപ്പം ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങയൊക്കെ ഇഷ്ടംപോലുള്ള സമയമാണ്. ഞാൻ ട്രൈ ചെയ്യുക. നമ്മൾ തിളച്ചാൻ വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത്, പിന്നെ 2-3 വറ്റൽമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില. അങ്ങനെ നമ്മൾ കടുകും വറുത്ത് നമ്മുടെ മാമ്പഴ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ല കിടിലൻ കറിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഒരു പറ ചോറുണ്ണാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്ന, മാമ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ, മാമ്പഴക്കറി. മാമ്പഴ പുളിശ്ശേരിയും തന്നെ സൂപ്പറാണ് കേട്ടോ. നോക്കി, നമ്മുടെ മാങ്ങയൊക്കെ അതിൽ കിടന്ന് വെന്തു, അതിൻ്റെ ചാറൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് ചോറെടുത്ത് അതിലേക്ക് നമ്മുടെ കറിയൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. എനിക്കൊക്കെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.